ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ പേര് ജെഫി എന്നാണ്. ഞാൻ ഈ ചാനലിൽ ഇത്തിരി വീഡിയോ ഒക്കെ അയച്ച് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ വീഡിയോ ആദ്യമാണ്. നമ്മൾ രാവിലെ സൺഡേ ഒരു 8 മണിയായിട്ടുണ്ട്. നമുക്ക് ചെറിയ പരിപാടികളുണ്ട് ഇന്ന്, അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമുക്കൊരു സ്ഥലം വരെ പോകണം. ആ സ്ഥലം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഇറങ്ങിയ വഴിക്ക് നമുക്ക് ഗേറ്റടയാണ്. എൻ്റെ വീട് ഗേറ്റിനോട് തൊട്ടടുത്താണ്. അപ്പോൾ ഗേറ്റട നമുക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ ഗേറ്റടയാണ്. ഒരു 10-15 മിനിറ്റ് മിനിമം പിടിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഗേറ്റിനോട് അടുത്ത് കൊണ്ടിടുന്നില്ല. അപ്പോൾ ഞാനിവിടെ വീട് നമ്മുടെ അടുത്തായതുകൊണ്ട് വീടിൻ്റെ സൈഡ് തന്നെ കൊണ്ടിവിടെ പാർക്ക് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഗേറ്റ് തുറന്നിട്ടുള്ള കേസ്. ഓക്കെ, അതെ, തുറക്കാൻ പോകുന്നു. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് മാളെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി, നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇതൊരു 2011 ഒരു 350 തണ്ടർബേർഡാണ്. ഈ മോഡൽ അങ്ങനെ അധികം ഇല്ല ആൾക്കാരിൽ. തണ്ടർബേർഡ് ഉണ്ട്, പക്ഷേ ഈ 2011 വണ്ടികൾ കുറവാണ് ഇവിടെ കേരളത്തിൽ. ഇത് ഞാൻ ജോലി ചെയ്യുന്നത് ചെന്നൈയിലായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ച വണ്ടിയാണിത്. ശരി, അപ്പോൾ നമുക്ക് മാള ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ മാള സ്റ്റാൻഡിലെത്തി. ഇപ്പോൾ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതാണ്, നമുക്ക് ചെറിയൊരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, നമ്മളിത് വണ്ടി ഓടാറില്ല. ഇന്ന് തുടങ്ങി നമ്മൾ വണ്ടി ഓടണം. അപ്പോൾ ഞാനൊന്ന് നാളെ വന്ന് നോക്കിയതാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ആളുണ്ടോ. പിന്നെ ആളൊന്നും വളരെ കുറവായിരിക്കും, നമ്മൾ നഷ്ടത്തിൽ തന്നെ പോകണമെന്ന്. എന്നാലും ഞായറാഴ്ച വണ്ടി ഇല്ലാത്തതുകൊണ്ട് പലരും വിളിക്കുന്നത് അവർക്കൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഓടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. മാളാന്ന് ഒരു ചെറിയ സ്റ്റാൻഡാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. മാളാന്ന് സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലുവയ്ക്ക്, അങ്കമാലി, അത്താണി, പറവൂർ, കൊടുങ്ങല്ലൂർക്കൊക്കെ വണ്ടിയുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർക്ക് ഉണ്ട് വണ്ടി. ചാലക്കുടിക്ക് എപ്പോഴും വണ്ടിയുണ്ട്. ഇരിഞ്ഞാലക്കുട, പിന്നെ വെള്ളാങ്കല്ലൂർ, ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ വണ്ടിയുണ്ട്. ഇപ്പോൾ പല വണ്ടികളും ഉണ്ട്. പടമാണ്ട വണ്ടി വന്നായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നല്ല നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലത്ത് കവാടം, പിന്നെ അടി എന്താ പറയുക, ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ ഹൈമാച്ച് ലൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള നവീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ട്രെയിൻ കൂടി സ്റ്റോപ്പ് കൊടുത്താൽ വളരെ നന്നാവും. ട്രെയിന് സ്റ്റോപ്പ് കൊടുക്കണം ആക്ച്വലി. ഇപ്പോൾ ചാലക്കുടി ഒരു എന്താ പറയുക, ഒരു പ്രധാന സ്റ്റേഷനാണ് തൃശ്ശൂർ ജില്ലയിൽ. പക്ഷേ ഇവിടുത്തെ ട്രെയിനുകളുടെ സ്റ്റോപ്പ് കുറവാണ്. അത് ഇപ്പോൾ ചാലക്കുടി കൂടെ വന്ദേ ഭാരത് പോകുന്നത്, കാസർഗോഡ് വന്ദേ ഭാരത് പോകുന്ന ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ഇവനാണ് നമ്മുടെ വണ്ടിയിലെ ഗ്യാപ്പിസ്റ്റ്. ഇങ്ങോട്ട് നോക്കിയടാ നീ, കാണാത്ത ആൾക്കാർ തന്നെ. ഇവൻ നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലുള്ള വണ്ടിയിൽ വരും. ഇവൻ എല്ലാ സ്റ്റോപ്പിലും വണ്ടി കടത്തി വിടും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയും. അപ്പോൾ അതാണ് അവൻ്റെ പരിപാടി. വൈകുന്നേരം വരെ ഉണ്ടാവും. എല്ലാ വണ്ടിയുടെ ഫ്രണ്ടിൽ പോകുന്ന എല്ലാ വണ്ടിയിലും പോകും. എൻ്റെ പേര് അപ്പു. വണ്ടി അങ്ങനെ പ്രത്യേകമാണ്, ആളൊന്നുമില്ല എന്നാലും. അങ്ങനെ നമ്മൾ തിരിച്ച് ചാലക്കുടി ചാനലിലെത്തി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു.